സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പ ശരിയാക്കിത്തര പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്. നമ്മുടെ SB ചങ്ങനാശ്ശേരിയിലുള്ള കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികളുടെ കഴിവ് ഇനിയും നമുക്ക് കാണേണ്ടതുണ്ട്. അവർ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയ്യൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛാ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള, സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? That is nothing of this. അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആൻഡ്രിയ നമ്മൾ വിളിക്കുകയാണ്. ആൻഡ്രിയ, പ്ലീസ്. ആൻഡ്രിയ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. നാട് എവിടെയാണ്? ആലപ്പുഴ. ഏത് ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത്? BA വൊക്കേഷണൽ ഇംഗ്ലീഷ് ജേർണലിസം സെക്കൻഡ് ഇയർ. ഓക്കെ. റെഡി, ആക്ഷൻ. 16-ാമത്തെ വയസ്സിൽ എൻ്റെ ഈ തലയിൽ ഭാരം നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. അതെ, ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, വിയൂർ, സ്റ്റാച്യു, അങ്ങനെ എത്ര യാത്രകൾ. തിരുവനന്തപുരം, അങ്ങനെ എത്ര യാത്രകൾ. ഇതിനിടയിൽ സ്നേഹം എന്താണ് ഞാൻ അറിഞ്ഞിട്ടില്ല. സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്ന ഒരച്ഛൻ, മേക്കപ്പിനും സൗന്ദര്യ മത്സരങ്ങൾക്കും പോകുന്ന ഒരമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയ്ക്ക് എവിടെ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും? ഇവിടെ വന്നിട്ടാണ് ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടിയുള്ള ഒരു പെണ്ണിനെ നോക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കത് വേണ്ട. ഈ സ്നേഹത്തിന് മുമ്പിൽ പണത്തിന് എന്താണ് വില? വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. കുട്ടി വിഷമിക്കരുത്. ഒരു പെൺകുട്ടികളും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടി. ഓക്കെ, പാട്ട് പാടുവോ? മിമിക്രി. മേമേക്ക് ദരിദ്രവാസിയം ആത്മീ ഹൂം കൃപയാ കരേ ദർവാസ മേം കിനാരേ ഹേ. അടുത്തതായിട്ട് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. വരും മോളെ, 2 വരി പാടാനായിട്ട് ഒരുപാട്. ഏത് ഭാഷ വേണം? മലയാളം മതി. എന്താണ് പേരെന്താണ്? ആൻമേരി. ഏതിനാ പഠിക്കുന്നത് ഇവിടെ? BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ. നാടെവിടെ? ആലപ്പുഴ. ഓക്കെ. ആലപ്പുഴക്കാരിയായ ആൻമേരിയുടെ മനോഹരമായ, മലയാളമാണോ പാടുന്നത്? മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. റെഡി, സ്റ്റാർട്ട്. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അടിപൊളി, സൂപ്പർ. അഭിനയിച്ച് നോക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, യെസ്. അടുത്തതായിട്ട് വിളിക്കാം മിസ്റ്റർ നോയൽ. നോയൽ, എന്താണ്, എങ്ങനെയുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആക്ടിങ്? എങ്ങനെയുണ്ടായിരുന്നു? ആക്ടിങ് എല്ലാം അടിപൊളിയാണ്. അടിപൊളി, വെരി ഗുഡ്. നല്ല നാട് എവിടെയാണ്? എന്നെ പഠിച്ച ചങ്ങനാശ്ശേരിയാണ്. ഏതിനാ ഇവിടെ പഠിക്കുന്നത്? ഇവിടെ BA ഇംഗ്ലീഷ്. ഓക്കെ, തുടങ്ങാം. റെഡി, ആക്ഷൻ. എൻ്റെ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ ഭാരം തല കയറ്റി വെക്കാൻ. കാശ്, പണം, മണി, ഇതെല്ലാം കൊണ്ട് ഞാൻ മടുത്തു. പിന്നെ ഒട്ടേറെ രാജ്യങ്ങൾ. അമേരിക്ക, നിലം തൊടാതെയുള്ള യാത്രകൾ. അമേരിക്ക, ജപ്പാൻ, കെനിയ, ആഫ്രിക്ക, പൂജപ്പുര, സെൻട്രൽ സെൻട്രലിലും പോയോ? അല്ല, കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. പൂജപ്പുര, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ. തിരുവനന്തപുരം ഒന്നുമില്ലേ? തിരുവനന്തപുരം, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ. സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ബിസിനസ് മൈൻഡായിട്ടുള്ള അച്ഛൻ, പിന്നെ ക്ലബുകളും ബ്യൂട്ടി പാർലറുമായി നടക്കുന്ന അമ്മ, പിന്നെ സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. അച്ഛ, അമ്മേ, ഇതിന്റെ ഇടയ്ക്ക് സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അച്ഛ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ സ്നേഹവും സംസ്കാരവും എന്താണെന്ന് അറിഞ്ഞത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ?
എൻ്റെ അച്ഛൻ 50 കോടി ഉള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ പൈസയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്താ ഞാൻ ആഗ്രഹിക്കുന്നത്? അതാ എന്താണ് എന്താ ആഗ്രഹിക്കുന്നത്? പറ, എന്താണ് ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ എന്താ നീ ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്. സ്നേഹത്തിന് മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ഒരു പെണ്ണും വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടി. ഓക്കെ, താങ്ക് യു. തണുത്ത് കൈയൊക്കെ തണുത്ത് വിറയ്ക്കുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം മിസ്റ്റർ പ്രവീൺ. പ്രവീണിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ബെസ്റ്റായിട്ട് ആക്റ്റീവ് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എൻ്റെ പ്രതീക്ഷ ഇല്ലാതാക്കി കളയരുത്. ഏതിനാ പഠിക്കുന്ന പ്രവീണ? BA ആണ്. ഓക്കെ, ഏത് ഇയറായി? സെക്കൻഡ് ഇയർ. നാട് എവിടെയാണ്? വെളിയനാട്. ഓക്കെ, തുടങ്ങാം. 16ാമത്തെ വയസ്സ് തുടക്കം. റെഡി, ആക്ഷൻ. എന്റെ പ്രതീക്ഷ കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? പാട്ട് പാടാനല്ല പറഞ്ഞത്, ആക്ടിങ്. എന്റെ 16ാമത്തെ വയസ്സ്. അതിന്റെ അല്ല, നിന്റെ. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. എന്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ കയറ്റിയത് ഈ ഭാരം, അതെ കോടികളുടെ ഭാരം. പിന്നെ അവിടുന്ന് നിലം തൊഴാനുള്ള യാത്രയായിരുന്നു. അമേരിക്ക, വാഷിങ്ടൺ, യൂറോപ്പ്, കേരള, പൂജപ്പുര, തിരുവനന്തപുരം. കോടികളുടെ ഭാരവുമായി നടക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി നടക്കുന്ന അമ്മ, ഇതിനിടെ സ്നേഹം കിട്ടാതെ മരിച്ച എൻ്റെ പെങ്ങൾ. പിന്നെ അവിടെ കരച്ചിലിട, ചെറിയൊരു കരച്ചിലിട. സ്നേഹം കിട്ടാതെ മരിച്ച എൻ്റെ പെങ്ങൾ. അയ്യോ, ഇത് വല്ലാത്ത കരച്ചിലായി പോലെ. ഇതിനെവിടെ എനിക്കെവിടെ സ്നേഹം കിട്ടാൻ പറയൂ. പിന്നെ അച്ഛാ, അമ്മേ, എനിക്കടിക്കുന്നു. നോക്കട്ടെ, അത്രയൊന്നുമില്ല. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. ഈ വീട്ടിൽ വന്നപ്പോഴാണ് സംസ്കാരവും സ്നേഹവും എന്തും അത് ഞാൻ തിരിച്ചറിഞ്ഞത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടിയുടെ പെണ്ണിനെയാണ് വെച്ചേക്കുന്നത്. നിന്റെ ഈ മരം മൂത്തമ്മ 2 പെടയാ പടച്ചാലുണ്ടല്ലോ, നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. ഒരു വിഷമിക്കുന്ന കോടീശ്വരനാണ്. ആ വിഷമൊന്ന് കാണിച്ചേ, നീ വിഷമൊന്ന് കാണിരി. ജസ്റ്റ് ചുമ്മാ, അത് ആക്ടിങ് അല്ലേ. ഒരു വിഷമിക്കുന്ന കോടീശ്വരനാണ് ഞാൻ. ഇത് വിശക്കുന്ന കൈപ്പോയല്ലേ. എന്റെ 16ാമത്തെ വയസ്സിൽ എന്റെ തലയിൽ കയറ്റി വെച്ചതാ ഈ ഭാരം, അതെ കോടികളുടെ ഭാരം. അവിടുന്ന് അങ്ങോട്ട് നിലം തൊഴാനുള്ള യാത്രയായിരുന്നു. അമേരിക്ക, യൂറോപ്പ്, വാഷിങ്ടൺ, കേരള, തിരുവനന്തപുരം. വേട്ടൻ രജനീകാന്തിന്റെ പടം അത്. ഞാൻ അടിച്ചു പൊട്ടിക്കും. ഒരു മിനിറ്റ് ആയിരുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതെ, എന്റെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ എന്റെ ഓരോ അരി അരിച്ചോ ഞാൻ അവൻ തന്നെ പറയുന്നു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതെ, എന്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ കയറ്റിയത് ഈ ഭാരം, അതെ കോടികളുടെ ഭാരം. അവിടുന്ന് അങ്ങോട്ട് നിലം തൊഴാനുള്ള യാത്രയായിരുന്നു. അമേരിക്ക, യൂറോപ്പ്, വാഷിങ്ടൺ, കേരള, പിന്നെ പൂജപ്പുര, തിരുവനന്തപുരം. അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം വേണ്ട, ഇനി പറഞ്ഞ വിട്ടോ, അരി പറക്കണ്ടായി. പാവം, അവൻ വിജൃംഭിച്ചു പോയി. യെസ്, അടുത്തായിട്ട് വരുന്നു മിസ്റ്റർ എബിൻ. എബിനെ, എന്തുണ്ട്? അടിപൊളി ചിരിയാണല്ലോ എബിൻ്റെ. നാട് എവിടെയാണ്? നാട് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ. ഓക്കെ, ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഇവിടെ BA ഇംഗ്ലീഷ്. എന്നാൽ തുടങ്ങാം നമുക്ക്. റെഡി, ആക്ഷൻ. എൻ്റെ 16ാമത്തെ വയസ്സിൽ തല ഭാരം കയറ്റി വെച്ചതാ, കോടികളുടെ ഭാരം. കലയല്ലേ? ആ, ഓക്കെ. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഭാരം കയറ്റി വെച്ചതാ, കോടികളുടെ ഭാരം. നിലം തൊടാതെ. നിലം തൊടാതുള്ള യാത്രകൾ. എവിടൊക്കെയാ? അമേരിക്ക, കണ്ണൂര്, വിയ്യൂര്, കണ്ണൂര്, തിരുവനന്തപുരം. എൻ്റെ എത്ര രാജ്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ എനിക്കവിടെ സ്നേഹം കിട്ടാൻ കോടികളുടെ പുറകെ നടക്കുന്ന, സമ്പാദിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന അച്ഛൻ, പാർട്ടികളും ക്ലബുമായി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ മരിച്ചു പോയൊരു പെങ്ങൾ. ആ സാധനമാണ് അവനെ ഏറ്റവും ഫീൽ ചെയ്തത് അല്ലേ? പാവം പെങ്ങള്. എന്ത് ചെയ്യാനും ചങ്കാടാ കളക്കിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം.
സ്നേഹം കിട്ടാതെ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. അച്ഛ അമ്മേ ഇത്ര സ്നേഹമുള്ള ഒരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല. 50 കോടി ആസ്തിയുള്ള ഒരു പെണ്ണിനെ അച്ഛനെ എനിക്ക് കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കെന്തിനാണ് കോടികൾ? ദിസ് ഈസ് നത്തിങ് ഓഫ് ദിസ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. എനിക്കൊരു പെണ്ണിനെയും വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പിന്നെ. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? അടുത്ത നമുക്ക് മേഘയെ വിളിക്കാം. മേഘ വരൂ. മേഘ ഏതിനാ നമ്മൾ പഠിക്കുന്നത്? ഏത് ഇയറായി? നാട് എരുമേലി. അപ്പോൾ ഇദ്ദേഹം വളരെ മനോഹരമായ ഒരു പാട്ടാണ് ആദ്യം കാഴ്ചവെക്കാൻ പോകുന്നത്. ഏത് ഭാഷയാണ്? മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഹിന്ദി പാട്ട്. റെഡി? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് അടയാ. ഉറക്കെ പാടണം. धागा बोल के दस जावे पी जावा मैं पूरी नो रवा छुपावा चुलूल कब कोई मैनू ना रोके मेरे डोल जुदाई आदि मेरे खबर की वे होवे आ जावे दिल तेरा पूरा भी ना होवे. അടിപൊളി, സൂപ്പർ കേട്ടോ. ഓക്കെ, അപ്പം ഈ സിനിമ കണ്ടാണോ നമ്മളെ? മാറ്റപ്പെട്ടി പറ്റ 16-ാമത്തെ വയസ്സിൽ തലക്കേറ്റി വെച്ചതാണ് ഈ ഭാരം, കോടികളുടെ ഭാരം. ബിസിനസ്, കാശ്, മടുത്തു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാനാ? നിലം തൊഴാത്ത യാത്രകൾ, ലണ്ടൻ, അമേരിക്ക, ജപ്പാൻ, കെന്യ, അങ്ങനെ എന്തൊരു രാജ്യങ്ങൾ, എത്ര രാജ്യങ്ങൾ. നീ എന്താണ് പറയുന്നത്? അതിൻ്റെ ഇടയിൽ എവിടുന്ന് എനിക്ക് സ്നേഹം കിട്ടാനാ? കാശിൻ്റെ പുറകെ നടക്കുന്ന എൻ്റെ അച്ഛൻ, നൈറ്റ് ക്ലബും പാർട്ടിയായിട്ട് നടക്കുന്ന എൻ്റെ അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി വെച്ച എൻ്റെ പെങ്ങൾ. കരച്ചിൽ നിൽക്കുന്നില്ലേ? എന്റെ പൊന്നുനായിട്ട് അവരെ കരയിക്കണം. ബേബിച്ചേട്ടനല്ലേ? അപ്പം നിങ്ങൾ പറയൂ, അച്ഛ, അമ്മേ, ഈ വീട് കണ്ടപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സ്നേഹം എന്നത് മനസ്സിലായത്. ഇതുപോലെ സ്നേഹവും സംസ്കാരമുള്ള ഒരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല. 50 കോടിയുടെ ആസ്തിയുള്ള ഒരു പെണ്ണിനെയാണ് എൻ്റെ അച്ഛൻ വീട്ടിൽ കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് കോടികൾ വേണ്ട. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ എനിക്ക് നിങ്ങളുടെ ഈ സ്നേഹവും സംസ്കാരമുള്ളൊരു കുടുംബം മാത്രം മതി. വിഷമിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. എനിക്ക് ഒരു പെണ്ണിനെ എനിക്ക് വിഷമിക്കുന്ന എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടിയെ. ദിസ് ഈസ് നത്തിങ് ഓഫ് ദാറ്റ്. അടിപൊളി, സൂപ്പർ, നന്നായിരുന്നു. എക്സലന്റ്. യെസ്, അടുത്തായിട്ട് വരുന്നു ആര്യ. ആര്യ, എന്തൊക്കെയാണ് വിശേഷം? നല്ല ബ്യൂട്ടിഫുൾ ചിരിയാണ് ആര്യയുടെ. നാട് എവിടെയാണ്? ആലപ്പുഴ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇംഗ്ലീഷ് വൊക്കേഷണൽ ജേർണലിസം. ഓക്കെ, തുടങ്ങിയല്ലോ നമുക്ക്. റെഡി, ആക്ഷൻ. എൻ്റെ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതായി തലയിലെ ഭാരം. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. കണക്ക്, ബിസിനസ്, മടുത്തു. നിലം തൊടാത്ത യാത്രകൾ, ജപ്പാൻ, ഇന്ത്യ, അമേരിക്ക, കേരള, വിയന്നൂർ, പാളയം, മാട്ടുപ്പെട്ടി. ഓക്കെ, കിടക്കട്ട്. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. തിരുവനന്തപുരം. പണത്തിന് പിന്നാലെ പോകുന്ന അച്ഛൻ, മേക്കപ്പിനും സൗന്ദര്യ മത്സരത്തിനും പോകുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇതിന്റെ ഇടയിൽ എനിക്ക് എവിടെയാ സ്നേഹം കിട്ടാൻ? 50. അച്ഛ, അമ്മേ. അച്ഛ, അമ്മേ, ഞാനൊരു അത് ഇപ്പോഴല്ല, അത് പിന്നെ ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹവും സംസ്കാരവും എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്കറിയാമോ, എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ 50 കോടി സ്വത്തുള്ള ഒരു പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് വേണ്ട. എനിക്കെന്തിനാ പണം? എനിക്ക് സ്നേഹം മതി.
There is nothing of the, that That is is not- that that is is nothing of. that കറക്റ്റ് പറഞ്ഞു കൊടുത്തേ. is nothing of that. That is nothing of. There is that is nothing of this. ആ. In a home appliance of the two families, you are the link. Lingo? No. You are the link of the link. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. ഒരു പെണ്ണും വേദനിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം, പ്രത്യേകിച്ച് കുട്ടി. ഓക്കെ, താങ്ക് യു. ശരി സാർ. അപ്പോൾ ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ അമൽ. അമൽ, എന്താണ് ഓക്കെ അല്ലേ? ആരുടെ ആക്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ, ഫ്രണ്ടാണെന്ന് തോന്നില്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ എക്കണോമിക്സ്. നാട് ആലപ്പുഴ. ആലപ്പുഴ തന്നെ. ഓക്കെ, റെഡി, ആക്ഷൻ. എൻ്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ ഭാരം കേട്ട് ചുമന്ന 16ാമത്തെ വയസ്സിൽ എൻ്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ ഭാരം കയറ്റി ചുമന്നത്. അല്ല, കോടികളുടെ It's a very, very serious mental disorder. കോടികളുടെ ഭാരം. ആ, പോട്ട്, കുഴപ്പമില്ല. കോടികളുടെ ഭാരം. അന്ന് തൊട്ട് നിലം തൊടാതുള്ള യാത്രകളായിരുന്നു. റഷ്യ, ഇന്ത്യ, അമേരിക്ക, ചൈന, ജപ്പാൻ, കൊറിയ, തിരുവനന്തപുരം. മടുത്തു ഞാൻ. പോട്ടണ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിൽ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാണ്. കോടികളുടെ ഭാരം. കണക്കെടുത്തെടുത്ത് ഞാൻ മടുത്ത്. അച്ഛൻ ഒരു ബിസിനസ് മാഗ്നറ്റാ? അല്ല, ബിസിനസിന്റെ പുറകെ പോകുന്ന അച്ഛൻ, പബിന്റെ പുറകെ പോകുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച പെങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാനാ? ആര് തരാനാ? ഈ കുടുംബത്തിൽ വന്നപ്പോഴാണ് നിങ്ങളുടെ സംസ്കാരവും സ്നേഹവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ അച്ഛൻ അങ്ങ് 50 കോടി ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടി ഒപ്പിച്ചല്ല. ഒപ്പിച്ച എന്തോന്നില്ല, ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തിനാണ് കോടികൾ? കുട്ടി, നീ വിഷമിക്കരുത്. ഒരു പെണ്ണും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ വേദനിക്കുന്ന കോടീശ്വരൻ അത് പറഞ്ഞു. ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. ഓക്കെ, വിട്ടോ. താങ്ക് യു. അതാ നല്ലത്. വേഗം ചെല്ല്, ട്രിവാൻഡ്രമേൽ ഇപ്പൊ വരും. യെസ്, അപ്പോൾ പ്രൈസിൻ്റെ സമയമായിരിക്കുകയാണ്. നമുക്ക് ഒരാളെ വിളിക്കണമല്ലോ. അപ്പം വളരെ മനോഹരമായി ഇവിടെ എല്ലാവരും നല്ലോണം ചെയ്തുവെങ്കിലും മനോഹരമായി അഭിനയിക്കുന്നത് കൂടാതെ ഒരു പാട്ടുകൂടെ പാടിയ മേഘയെ ഞാൻ വിളിക്കുകയാണ്. മേഘ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തു. സ്ക്രിപ്റ്റൊക്കെ മനോഹരമായി തന്നെ പഠിച്ചു, തെറ്റ് കൂടാതെ തന്നെ ആക്ട് ചെയ്തു. പിന്നെ മനോഹരമായി പാടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എമ്മി വാലി മില്ലറ്റ് പ്രൊഡക്റ്റാണിത്. നമ്മൾ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ആരോഗ്യത്തോടിരിക്കണം. അപ്പോൾ ഇതിന് മില്ലറ്റിൻ്റെ പ്രൊഡക്ട്സാണ്. വളരെ ടേസ്റ്റിയാണ്, ഗുണകരവുമാണ്. നരേഷ് ദം നാച്ചുറലി. കൺഗ്രാറ്റ്സ്. അടുത്തത് മറ്റൊരു ആക്ടറെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്, മിസ്റ്റർ എബേസ്. എബേസ് മനോഹരമായി തന്നെ ആക്ട് ചെയ്തു. എബേസ് തൃശ്ശൂരുള്ള കേക്ക് ഫാം നൽകുന്ന ഒരു മനോഹരമായ കേക്കാണ്. യെസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ കുറേ ഇവിടെ അദ്ദേഹം വെള്ളം കുടിച്ച് നമ്മളെ ചിരിപ്പിച്ച ഒരാളുണ്ട്. അരിമണി കുറേ പറക്കി ഭയങ്കര രസകരമായിട്ട് നമ്മളെ ചിരിപ്പിച്ച മിസ്റ്റർ പ്രവി. പ്രവി, അപ്പോൾ പ്രൈസ് അടിച്ചതാ. TQ ഫുഡ്സ് നൽകുന്ന ഒരു ടേസ്റ്റി ക്വാളിറ്റിയുള്ള ഫുഡ് പ്രൊഡക്റ്റാണിത്. അതായത് പൈതൃകമായ രുചി ഇനി യുവതലമുറയ്ക്കും. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ അമിത്. നിങ്ങൾ ഗ്യാങ്ങോടെ പ്രൈസ് അടിച്ചില്ലേ? അപ്പോൾ ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റ് ഡീപ്പോൾ നൽകുന്ന ഒരു കാർ കെയർ പ്രൊഡക്റ്റ്. ബൈക്കും കാറും ഒക്കെ വാഷ് ചെയ്തോളൂ, വെട്ടിത്തിളങ്ങും. ഓക്കെ, യെസ്. അടുത്തായിട്ട് വിളിക്കുന്നു ഫിദ. ഫിദ, ആമിന. ഓക്കെ, 3 പേരുണ്ടല്ലോ. ഫിദ, ആമിന, ഷെറിൻ. ഫിദ, ആമിന, ഷെറിൻ 3 പേർക്ക് കൂടി ഞാൻ പ്രൈസ് കൊടുക്കുകയാണ്. അപ്പം സൂര്യമാർക്ക് വാഷിംഗ് സോപ്പ് ആണ്. ലവ് അറ്റ് ഫസ്റ്റ് വാഷ്. ഫസ്റ്റ് സൈറ്റ് അല്ല, ഫസ്റ്റ് വാഷിലാണ്. കൈയും ഡ്രസ്സും, കൈ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, ഡ്രസ്സ് വെട്ടിത്തിളങ്ങുകയും ചെയ്യും. വെയിറ്റ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പ്രൈസാണ്. ആക്ട് ഒന്നും ചെയ്തില്ല, പക്ഷെ മനോഹരമായി അദ്ദേഹം പാടി. ആൻമേരി, അതൊരു സ്പെഷ്യൽ പ്രൈസാണ്. അതായത് നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ മലനിരകളിൽ നിന്ന് എടുത്ത ഒറിജിനൽ ടീ ആണ്. ആർമസ് ഫുഡ് പ്രൊഡക്റ്റ് നൽകുന്ന ഒരു പ്രീമിയം ടീ. യെസ്. ഇത് ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ SB കോളേജിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും
ഗുഡ് ബൈ.